നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു വട്ടയപ്പം ഉണ്ടാക്കാം. ഈ ഒരു വട്ടയപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് റേഷൻ കടയിൽ നിന്ന് നമുക്ക് സാധാരണയായി കിട്ടുന്ന പച്ചരി കൊണ്ടാണ്. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പച്ചരിയാണ്. ഇത് 3-4 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കണം, എങ്കിലേ ഇതിൻ്റെ അഴുക്കൊക്കെ നന്നായി പോവുകയുള്ളൂ. അങ്ങനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ കുതിർക്കാനായി വെള്ളം ഒഴിച്ച് വെക്കുന്നത്. ഒരു 5 പ്രാവശ്യം കഴുകിയപ്പോഴാണ് ഈ അരിയിലെ അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടിയത്. ഇങ്ങനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇത് കുതിർക്കാനായി വയ്ക്കാൻ. ഒരു 5 മണിക്കൂർ കുതിരണം. അതിന് ശേഷമാണിത് അരയ്ക്കുന്നത്. ഇങ്ങനെ കുതിർത്തെടുത്ത ഈ പച്ചരിയിലേക്ക് 1 കപ്പ് ചോറ്, 1 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ 1 കപ്പ് തേങ്ങ, 1 കപ്പ് പഞ്ചസാര. പഞ്ചസാര മധുരത്തിന് ആവശ്യകത അനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. കൂടുതൽ മധുരം വേണമെന്നുള്ളവർ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാം. ഇത്രയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കണം. നല്ലതുപോലെ അരയണം. നമ്മൾ പാലപ്പത്തിനൊക്കെ അരയ്ക്കില്ലേ, ആ ഒരു ടെക്സ്ചറിൽ വേണം അരച്ചെടുക്കാൻ. വെള്ളം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം അധികം ആയാൽ നമ്മൾ വിചാരിക്കുന്ന ടെക്സ്ചറിൽ വട്ടയപ്പം കിട്ടുകയില്ല. ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ഇനി ഇങ്ങനെ അരച്ചെടുത്ത ഈ ഒരു മാവ് നമ്മളൊരു 7 മണിക്കൂർ പൊങ്ങാനായി വെക്കണം. ഇപ്പോൾ ദാണ്ട പൊങ്ങി വന്നിട്ടുണ്ട്. 7 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു രീതിയാണിത്. ഈ ഒരു രീതിയിലാണ് മാവിരിക്കുന്നത്. ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം. അതിനായി ഒരു സ്റ്റീൽ പാത്രത്തിൽ അല്പം നെയ്യ് തടവിയതിന് ശേഷം മാവ് കുറേശ്ശെയായിട്ട് ഒഴിക്കണം. അപ്പം ഞാനെടുത്ത നെയ്യ് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടിഞ്ഞെടുത്തതാണ്, അതുകൊണ്ടാണ് ഈ കട്ടയായിട്ടിരിക്കുന്നത്. ഇങ്ങനെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇത് പാലിൽ നിന്ന് വിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി എന്നിവ കൂടി ഇടുന്നുണ്ട്. ഇത്രയും കൂടി ഇട്ടതിന് ശേഷം ഒരു ഇഡ്ഡലിക്കുട്ടകത്തിൽ വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, കഴിക്കാൻ വളരെ ടേസ്റ്റുമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണയായിട്ട് നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു വട്ടയപ്പമാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം.